PMCയുടെ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ആണ് ഈ പറഞ്ഞ ഈ അപൂർവ മരം. ഇത് അലാനൂർ പഞ്ചായത്തിൽ ഇവിടെ മാത്രമേ ഉള്ളൂ, ഏക മരം മാത്രമാണ് ഇത് മാത്രമാണുള്ളത്. ഇതിനെ നമ്മൾ പൈതൃക വൃക്ഷമായിട്ട് പ്രഖ്യാപിക്കാനുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ചിരിക്കുന്നു. അത് ജൈവവൈദ്യുതി ബോർഡ് അംഗീകരിച്ചിട്ടുണ്ട്. ഇത്തരം വൃക്ഷങ്ങളെ, അപൂർവ വൃക്ഷങ്ങളെ പൈതൃക വൃക്ഷങ്ങളായി പ്രഖ്യാപിക്കാനുള്ള ഒരു പ്രൊവിഷൻ നമ്മുടെ ഈ റൂൾ ഇതിൽ പറയുന്നുണ്ട്. പക്ഷെ ഈ മരം യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ നാടൻ എന്ന് പറയാൻ പറ്റില്ല. ഇത് ഒരു വിദേശി മരമാണ്. ആഫ്രിക്കയിലും അതുപോലെ മഡഗാസ്കറിലും ഇത് ധാരാളമായിട്ട് കാണുന്നുണ്ട്. ഇത് ഈ കുപ്പിയുടെ ഒരു ഷേപ്പ് വരുന്നുണ്ട്, ബോട്ടിൽ ട്രീ എന്നും പറയാറുണ്ട്. ഇത് വളരെ ഉയരത്തിൽ വളരുന്ന ഒരു മരമാണ്. ധാരാളം വെള്ളം അതിൻ്റെ തടിയിൽ ശേഖരിക്കാൻ കഴിയും. ഇത് വളർന്ന് ഒരു എന്താണ് ബോട്ടിൽ പോലെ വളർന്ന് ഇതിന് ശിഖരങ്ങളൊക്കെ താരതമ്യേന കുറവാണ്. പക്ഷേ ഇത് ഈ വളരെ ഏരിഡായിട്ടുള്ള അല്ലെങ്കിൽ മരുഭൂമിയിലെ കാലാവസ്ഥയിൽ നിന്ന് അതിനെ തരണം ചെയ്യാൻ അവിടുത്തെ പ്രാദേശികതയെ സഹായിക്കുന്ന ഒരു മരമാണ്. കാരണം ഒരു മരത്തിന് തന്നെ അത് ആയിരക്കണക്കിന് ലിറ്റർ വെള്ളം അത് സംഭരിക്കാൻ പറ്റും. അവർ ചെയ്യുന്നത് ഇതിനൊരു ദ്വാരമുണ്ടാക്കി ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് അപ്പോൾ ആ ദ്വാരത്തിൽ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ തടിയിൽ വെള്ളം അടിയിൽ ഊറിക്കിടക്കും. ആ വെള്ളം അവർക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. മരത്തിന് യാതൊരു ബുദ്ധിമുട്ട്, അതിന് പ്രശ്നം ഉണ്ടാക്കാത്ത രീതിയിൽ ആ മരത്തിൽ നിന്നുള്ള വെള്ളം അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. മരുഭൂമിയിൽ അത് വലിയൊരു അനുഗ്രഹമാണ് അവർക്ക്. ഒപ്പം തന്നെ ഇതിൻ്റെ കായ അവർ ഭക്ഷിക്കുകയും ചെയ്യും. കേരളത്തിൽ ഇത് വളരെ റെയറാണെന്നാണ് മനസ്സിലാക്കിയത്. ഒരു അഞ്ചോ അതിൽ താഴെ മരങ്ങളെ ഉള്ളൂ എന്നാണ് അറിയാം. നമ്മുടെ ജില്ലയിൽ ഇത് മാത്രമാണ് ഉള്ളത്. ഈ ഒരു ബയോബാബിട്രി മാത്രമേ ഈ സ്പീഷീസിൽപ്പെട്ടത് ഉള്ളതാണ്. ഇത് കടലിലൂടെ ഇതിൻ്റെ വിത്ത് വന്ന് കടൽത്തീരത്ത് അടിഞ്ഞതാവാമെന്ന്. കാരണം ഇതിപ്പോൾ കടൽത്തീരത്താണ് ഉള്ളത്. മറ്റ് സ്ഥലങ്ങളിലും അങ്ങനെയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതാണ് ഈ മരവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഒരു അപൂർവതയായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നമ്മുടെ ഒരു നേറ്റീവായിട്ടുള്ളൊരു മരമല്ല, പക്ഷേ നമ്മൾ ഇത് കൊണ്ടുവന്ന് നട്ടതുമല്ല. പ്രകൃതിയുടെ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. നമ്മുടെ ഇപ്പം നമ്മളെ നാളികേരൊക്കെ അടക്കം അങ്ങനെയാണ് വന്നിരിക്കുന്നതെന്നാണ് നമ്മൾ ചരിത്രം പറയുന്നത്. കേരളത്തിൽ പിന്നീട് വന്നതാണ്. അത് ഇതേപോലെ കടലിലൂടെ തീരപ്രദേശങ്ങളിലൂടെ ജനങ്ങളത് വ്യാപിപ്പിച്ചതാണ് മറ്റു പ്രദേശങ്ങളിലേക്ക്.